നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന്റെ മുഖച്ഛായ മാറ്റി എന്നത് വെറും തള്ളല്ല, യാഥാർത്ഥ്യമാണ്. അക്കാര്യം ഞാൻ സമ്മതിക്കാം. പക്ഷേ നരേന്ദ്രമോദിക്ക് ഒരാളെ ബഹുമാനിക്കാൻ അറിയില്ല, അഹങ്കാരിയുമാണ്. ഇത് ഞാൻ പറയുമ്പോൾ എന്നെ കടിച്ചു കയറാൻ വരേണ്ട, തെളിവ് ഞാൻ തരാം. ആദ്യം ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. ഡൊണാൾഡ് ട്രംപ് നമുക്കെതിരെ ഒരു യുദ്ധവുമായി വന്നില്ലേ, ഒരു തീരുവ യുദ്ധം. 12% എന്നത് 25 ആക്കും, 25 50 ആക്കും, 50 500 ആക്കും എന്നൊക്കെ പറഞ്ഞ് വെളിച്ചപ്പെട്ടു നിന്ന ട്രംപിനെ ഓർമ്മയില്ലേ? ആ നിലപാടിൽ നിന്നും US പിന്മാറാൻ ഒരുങ്ങുകയാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. മോദി ട്രംപിന്റെ കാലു പിടിക്കുന്നത് കാണാൻ കാത്തിരുന്നവർ മോങ്ങണ്ട. അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെയ്സന്റ് ഒരു മാധ്യമത്തിനു നൽകിയ അഭിമുഖത്തിലാണ് ഈ സൂചന നൽകിയത്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ഒരു അഭ്യർത്ഥന. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുക. ഇഷ്ടമായില്ലെങ്കിൽ അക്കാര്യവും രേഖപ്പെടുത്തുക. നിങ്ങളുടെ പിന്തുണ മാത്രമാണ് ഞങ്ങളുടെ പിൻബലം. അമേരിക്ക ലോകത്തിന്റെ നിയന്ത്രണം കയ്യേന്തുന്ന രാജ്യമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ് ലോക നിയന്ത്രകൻ എന്ന് പറയുന്നത്. അങ്ങേരുടെ വാക്കിന് എതിർവാ ഉണ്ടാകരുത് എന്ന് സാരം. പക്ഷെ നരേന്ദ്രമോദി ആ വാക്കുകൾ കേട്ട മട്ടുണ്ടായില്ല. ഒന്നല്ല 2-3 വട്ടം. അതുകൊണ്ടാണ് മോദിക്ക് ബഹുമാനിക്കാൻ അറിയില്ല എന്ന് ഞാൻ പറഞ്ഞത്. റഷ്യ യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് അമേരിക്കയുടെ നേതൃത്വത്തിൽ റഷ്യയെ ഒറ്റപ്പെടുത്താൻ ശക്തമായ നീക്കങ്ങൾ നടന്നു. റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ വാങ്ങരുതെന്ന് അമേരിക്ക ഉഗ്രശാസനം നൽകിയപ്പോൾ പല വൻ ശക്തി രാജ്യങ്ങളും പഞ്ചപുച്ഛമടക്കിയാണ് ആജ്ഞ നിറവേറ്റിയത്. എന്നാൽ ഇന്ത്യ ഒരു ശക്തമായ നിലപാട് സ്വീകരിച്ചു. എക്കാലവും റഷ്യക്കൊപ്പം എന്നാണ് ഇന്ത്യ പ്രവൃത്തി കൊണ്ട് വിളിച്ചു പറഞ്ഞത്. റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ വേണ്ടുവോളം ഇറക്കി സംഭരണശേഷി വർദ്ധിപ്പിച്ചു. സാമ്പത്തിക ഉപരോധം എന്ന വാളോങ്ങിക്കൊണ്ട് അമേരിക്കയും മറ്റു ചില രാജ്യങ്ങളും ഇന്ത്യയെ വെല്ലുവിളിച്ചു. സധൈര്യം ആ വെല്ലുവിളിയെ ഇന്ത്യ മറികടക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ഓഗസ്റ്റിൽ ഇന്ത്യക്കെതിരെ തീരുവ യുദ്ധവുമായി ഇറങ്ങിയത്. തീരുവ 25% എന്നത് 50 ആക്കുമെന്നായിരുന്നു ആദ്യത്തെ ഭീഷണി. അത് പിന്നെ 500% വരെ എന്ന് പറഞ്ഞ് നിർത്തിയിട്ടും ഡൊണാൾഡ് ട്രംപിന്റെ വാക്ക് നരേന്ദ്രമോദി കേട്ട ഭാവം നടിച്ചില്ല. എന്തൊരു അഹങ്കാരം! നിലവിൽ റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണയുടെ ഇറക്കുമതിയിൽ ഇന്ത്യ കുറവ് വരുത്തിയിട്ടുണ്ട്. ഇന്ത്യ കുറച്ചു കാലമായി ഒരു സമ്മർദ്ദങ്ങൾക്കും വഴങ്ങിയല്ല തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത്. ഈ വിഷയത്തിൽ അക്കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ആഭ്യന്തര വിപണിയിൽ ഇന്ധനവിലയുടെ സ്ഥിരത നമുക്ക് വ്യക്തമാക്കി തരും. ദേശീയ താൽപര്യവും ഊർജത്തിന്റെ സംഭരണ സുരക്ഷിതത്വവും മുൻനിർത്തിയാണ് ഭാരതം അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്യുന്നത്. അതിന് യോജിക്കുന്നത് റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതാണെങ്കിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങും. ഇറാനിൽ നിന്നാണ് മെച്ചമെങ്കിൽ അവിടെ നിന്ന് വാങ്ങും. ഇസ്രയേലിൽ നിന്നാണെങ്കിൽ അങ്ങനെയും ചെയ്യും. അതിപ്പോ ഡൊണാൾഡ് ട്രംപും അമേരിക്കയും പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ശരി, ഇതാണ് കുറച്ചു കാലമായി ഇന്ത്യയും നരേന്ദ്രമോദിയും സ്വീകരിക്കുന്ന ലൈൻ. ഇനി മറ്റൊന്നുകൂടി പറയാം. ചൈനയും യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യയിൽ നിന്നാണ് അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്യുന്നത്. എന്തിനേറെ സ്വന്തം തുർക്കി വരെ ഇക്കാര്യത്തിൽ റഷ്യക്ക് സഹായം തുടരുന്നില്ലേ? പിന്നെ ഇന്ത്യക്ക് മാത്രം എന്താ ഇവിടെ പ്രശ്നം? അതും ചെറുതായി പറഞ്ഞു പോകാം. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി നമ്മുടെ ബ്രഹ്മോസ് പതിച്ചത് പാകിസ്ഥാന്റെ ആണവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന കിരാന കുന്നുകളുടെ താഴ്വരയിലായിരുന്നു. അന്നന്നത്തെ ചെലവിന് അമേരിക്കയുടെ മുന്നിൽ കൈനീട്ടേണ്ടി വരുന്ന പാകിസ്ഥാനല്ലേ വൻ ചെലവേറിയ ആണവ കേന്ദ്രം. ഇതൊക്കെ ഒരു മറ. അതുകൊണ്ടാണ് കിരാനയുടെ അടിത്തറയിൽ മിസൈൽ പതിച്ചപ്പോൾ അന്ന് ഷഹബാസ് ഷെരീഫിനോ അസീം മുനീറിനോ തീവ്രവാദി മസൂദ് അസറിനോ പൊള്ളിയതിനേക്കാൾ അമേരിക്കക്ക് പൊള്ളിയത്. അതുകൊണ്ടാണ് ട്രംപ് പാകിസ്ഥാനെ വിളിച്ച് ഇന്ത്യക്കെതിരായ ഏറുപടക്കം കൊണ്ടുള്ള കളി നിർത്താൻ അവരോട് പറഞ്ഞത്. എന്നിട്ടും യുദ്ധം നിന്നതിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ സുഹൃത്ത് നടത്തിയ നാടകത്തെ മോദി എന്തൊരു അഹങ്കാരത്തോടെയാണ് തള്ളിയത് അല്ലേ? ഇപ്പോൾ ഇന്ത്യൻ സ്വകാര്യ എണ്ണ കമ്പനികൾ റഷ്യൻ അസംസ്കൃത എണ്ണയുടെ ഇറക്കുമതി കുറച്ചിരിക്കുകയാണ്. അത് ഓരോ ഘട്ടത്തിലും ഏറിയും കുറഞ്ഞുമിരിക്കും. ഇന്ത്യക്ക് മൂക്ക് കയറിയിടാൻ നോക്കി മൂക്കും കുത്തി വീണ അമേരിക്ക ഈ സന്ദർഭവും അവരുടെ നേട്ടമാക്കാൻ ശ്രമിക്കുകയാണ്. ഇറക്കുമതി കുറച്ച സാഹചര്യത്തിൽ തീരുവ വർധന പിൻവലിക്കാൻ ഒരുങ്ങുന്നത് അതുകൊണ്ട് മാത്രമാണ് പോലും. എന്നാൽ യഥാർത്ഥ കാരണം അതൊന്നുമല്ല. യൂറോപ്യൻ യൂണിയനുമായി ഒരു മെഗാ ഡീലിന് ഭാരതം തയ്യാറായി നിൽക്കുകയാണ്. മറ്റു പല രാജ്യങ്ങളുമായും ഇന്ത്യ ഈ രീതിയിൽ വ്യാപാര കരാറുകൾക്ക് ഒരുങ്ങുകയാണ്. അങ്ങനെ ഇന്ത്യ മുന്നോട്ടു പോയാൽ ലോകത്തിന്റെ സാമ്പത്തിക ക്രമം അമേരിക്ക വിചാരിക്കുന്നത് പോലെ ശോഭനമായിരിക്കില്ല. കാരണം പഴയ ലെവലിലൊന്നുമല്ല അമേരിക്ക. ഇപ്പോൾ കുറച്ചുകൂടി ലോ ലെവലിലാണ് അവിടെ കാര്യങ്ങൾ, പ്രത്യേകിച്ച് സാമ്പത്തിക രംഗത്ത്. അങ്ങനെയിരിക്കെ എങ്ങാനും ഡോളറിന്റെ കടക്കൽ ഒരു പോറൽ വീണാൽ മതി, ആ കറൻസി കീറാൻ തുടങ്ങും. ഈ വിവരം തലയിൽ ആൾതാമസമുള്ള വിദഗ്ധർ ട്രംപിന് പറഞ്ഞു കൊടുത്തു കാണും. അതാണ് ഇറക്കുമതി കുറച്ച കാര്യം പറഞ്ഞ് തീരുവ വർധന എടുത്തുകളയാൻ ഒരുങ്ങുന്നത്. ഇക്കാര്യം സ്കോട്ട് ബെസന്റ് വന്നു പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മുടെ പ്രധാനമന്ത്രി ഡൊണാൾഡ് ട്രംപിന്റെ നിർണായക ഭീഷണി സ്വരങ്ങളോട് എത്ര അവജ്ഞയോടെയാണ് പ്രതികരിച്ചത് എന്ന് പരിശോധിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഒരാളെ ബഹുമാനിക്കാൻ അറിയില്ല
എന്ന് എനിക്ക് പറയേണ്ടി വരുന്നത്. ഒന്നുമില്ലെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് അല്ലേ ട്രംപ്. നയതന്ത്രവും രാജതന്ത്രവും ഭരണ നൈപുണ്യവും കൊണ്ട് കളിക്കുന്ന നമ്മുടെ നരേന്ദ്രമോദിയോട് നിലവിലെ സാഹചര്യത്തിൽ ഡൊണാൾഡ് ട്രംപിനെ പോലെ ഒരാൾക്ക് മുട്ടി നിൽക്കാനാകുമോ? ഇത് കേവലം സാമ്പത്തിക വിജയമല്ല, ഇന്ത്യയുടെ നയതന്ത്ര കരുത്തിന്റെ അടയാളപ്പെടുത്തൽ കൂടിയാണ്. ഒരു ക്ലാസ് പൊളിറ്റീഷ്യന്റെ ബുദ്ധിപരമായ നീക്കങ്ങളുടെ വിജയം. സ്വന്തം രാജ്യത്തെ ജനഹിതം അറിഞ്ഞാണ് ആ വ്യക്തിയുടെ പ്രവർത്തനം. ലോകക്രമത്തിൽ ഭാരതം ഒരു നിർണായക ശക്തിയായി മാറിയെന്ന് ഒരു സൂചന കൂടിയാണ് ഇവിടെ നരേന്ദ്രമോദി ഉയർത്തിക്കാട്ടുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.